നമസ്കാരം. T20 ലോകകപ്പിൽ ഇന്ത്യക്ക് വേണ്ടി ഒരു മത്സരം പോലും കളിക്കാനാകാതെ മലയാളി താരം സഞ്ജു സാംസന് നാട്ടിലേക്ക് മടങ്ങേണ്ടി വരുമോ? ഈ നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയ്ക്കെതിരായ കഴിഞ്ഞ മത്സരത്തിന് ശേഷം സഞ്ജുവിൻ്റെ സാധ്യതകൾക്ക് കൂടുതൽ മങ്ങലേറ്റിരിക്കുകയാണ്. സീം ബോളിംഗ് ഓൾറൗണ്ടർ ശിവം ദുബെയാണ് ഇതിന് പ്രധാന കാരണം. എന്തുകൊണ്ട് ശിവം ദുബെ സഞ്ജുവിന് മുന്നിൽ വില്ലനായി നിൽക്കുന്നു എന്ന് വിശദമായി നോക്കാം. ഗ്രൂപ്പ് മത്സരങ്ങൾ കഴിയാറായിട്ടും സഞ്ജു അവസരമൊന്നും കിട്ടാതെ ബെഞ്ചിൽ തന്നെ ഇരിപ്പാണ്. ലോകകപ്പ് സ്ക്വാഡിനൊപ്പം അമേരിക്കയിലെത്തിയ ശേഷം ഒരേ ഒരു മത്സരം മാത്രമാണ് സഞ്ജു കളിച്ചത്. അതും ബംഗ്ലാദേശുമായുള്ള സന്നാഹ മത്സരത്തിലായിരുന്നു ഇത്. ഈയൊരു മത്സരത്തിൽ നായകൻ രോഹിത് ശർമ്മയ്ക്കൊപ്പം ഓപ്പൺ ചെയ്യാനുള്ള സുവർണ അവസരവും ലഭിച്ചിട്ടും സഞ്ജു ഇത് മുതലാക്കിയില്ല. ഒരു റൺസ് മാത്രമെടുത്ത് സഞ്ജു പുറത്താവുകയായിരുന്നു. ഇതിനുശേഷം ലോകകപ്പിൽ അയർലാൻഡ്, പാകിസ്ഥാൻ, അമേരിക്ക എന്നിവരുമായുള്ള മത്സരങ്ങളിലെല്ലാം സഞ്ജുവിന് പുറത്തിരിക്കേണ്ടി വന്നു. ആദ്യ 2 മത്സരങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ലൈനപ്പിലെ ഏറ്റവും ദുർബലമായ കണ്ണിയായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നയാൾ ദുബെയായിരുന്നു. കാരണം 5-ാം നമ്പറിൽ ബാറ്റ് ചെയ്ത അദ്ദേഹത്തിന് യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ സാധിച്ചില്ല. ആദ്യ മത്സരത്തിൽ 0-ലാണ് പുറത്തായതെങ്കിൽ 2-ാം മത്സരത്തിൽ 3 റൺസിനായിരുന്നു പുറത്തായത്. മീഡിയം പേസറായിട്ടും ഒരു ഓവർ പോലും ദുബൈക്ക് കൊടുത്തതുമില്ല. ഇതോടെ ദുബൈക്കെതിരെ മുൻ താരങ്ങളടക്കം പലരും രംഗത്ത് വരികയും ചെയ്തിരുന്നു. ബൗളിങ്ങിൽ ടീം ഉപയോഗിക്കുന്നില്ലെങ്കിൽ ദുബൈയെ എന്തിനാണ് കളിപ്പിക്കുന്നതെന്നും കൂടുതൽ മികച്ച ബാറ്ററായ സഞ്ജുവിനെ 11-ൽ ഉൾപ്പെടുത്താത്തത് എന്തുകൊണ്ടെന്നും ചോദിക്കുകയുണ്ടായി ക്രിക്കറ്റ് നിരീക്ഷകരടക്കം. അമേരിക്കയുമായുള്ള കഴിഞ്ഞ മത്സരത്തിൽ ദുബൈയെ പുറത്തിരുത്തി സഞ്ജുവിന് ഇന്ത്യ അവസരം നൽകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ടീം മാനേജ്മെൻറ്റ് താരത്തിന് ഒരവസരം കൂടി നൽകുകയായിരുന്നു. ഇത് ദുബൈ ശരിക്കും മുതലാക്കുകയും ചെയ്തിരിക്കുകയാണ്. ആദ്യത്തെ 2 മത്സരങ്ങളിലും ബൗൾ ചെയ്യാതിരുന്ന ദുബൈക്ക് അമേരിക്കയ്ക്കെതിരെ രോഹിത് ശർമ്മ ഓവർ നൽകുകയായിരുന്നു. വിക്കറ്റില്ലാതെ 11 റൺസാണ് ദുബൈ വിട്ടുകൊടുത്തത്. ബൗളിങ്ങിൽ മാനേജ്മെൻറ്റിന് ദുബൈയിൽ വിശ്വാസമുണ്ട് എന്നും 1-2 ഓവറുകൾ താരത്തിന് നൽകിയേക്കുമെന്നുള്ള സൂചന കൂടിയായിരുന്നു ഈ ഒരു നീക്കം തെളിയിക്കുന്നത്. ബൗളിങ്ങിൽ ചലനം ഉണ്ടാക്കിയില്ലെങ്കിലും ബാറ്റിങ്ങിൽ മികച്ചൊരു ഇന്നിങ്സുമായി ദുബൈ മികവ് തെളിയിച്ചിരിക്കുകയാണ് ഒരിക്കൽ കൂടി. റൺ ചേസിൽ ടീം വിഷമിക്കവേ ക്രീസിലെത്തിയ ദുബൈ പുറത്താകാതെ 31 റൺസുമായി വിജയത്തിൽ നിർണായക പങ്കാണ് വഹിച്ചത്. 35 പന്ത് നേരിട്ട താരത്തിൻ്റെ ഇന്നിങ്സിൽ ഓരോ 4-ഉം 6-ഉം ഉൾപ്പെട്ടിരുന്നുണ്ട്. അപരാജിതമായി 4-ാം വിക്കറ്റിൽ സൂര്യകുമാർ യാദവിനൊപ്പം ദുബൈ കൂട്ടിച്ചേർത്ത 72 റൺസാണ് ഇന്ത്യയെ അട്ടിമറി തോൽവിയിൽ നിന്നും രക്ഷിച്ചത്. ബാറ്റ് ചെയ്യാനെത്തിയപ്പോൾ തുടക്കത്തിൽ പതറിയെങ്കിലും കൂടുതൽ ബോളുകൾ നേരിട്ടതോടെ കൂടുതൽ ആത്മവിശ്വാസത്തോടെ കളിക്കാൻ ദുബൈക്ക് സാധിക്കുകയായിരുന്നു. തന്റെ ട്രേഡ് മാർക്കായ മികച്ചൊരു 6-റും ദുബൈ ബാറ്റിൽ നിന്ന് തൊടുത്തു വിട്ടുകയും ചെയ്തു. ടീം പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കെയായിരുന്നു ദുബൈയുടെ ഈ ഒരു ഇന്നിങ്സ് ടീം മാനേജ്മെൻറ്റിനെ ഏറെ സന്തോഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദുബൈക്ക് ഇനിയും കൂടുതൽ അവസരങ്ങൾ നൽകാൻ തന്നെയായിരിക്കും മാനേജ്മെൻറ്റിൻ്റെ ശ്രമം. അങ്ങനെ വന്നാൽ ടീമിലേക്ക് സഞ്ജുവിൻ്റെ വഴി പൂർണ്ണമായും അടയുകയും ചെയ്യും. ഇടം കൈയ്യൻ ബാറ്ററാണെന്നതും ബൗൾ ചെയ്യാൻ കഴിയുമെന്നതും ദുബൈക്ക് ഒരു പ്ലസ് പോയിന്റായി നിൽക്കുന്ന കാര്യമാണ്.